ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡെലിക്കൊരു ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഹോട്ടൽ ശരവണ ഭവനിലൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മുളക് ചമ്മന്തിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഓൾ എന്ന ബട്ടണൊക്കെ അടിക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ ശരവണ ഭവനിൽ പോയാൽ ചട്നി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ മുളക് ചമ്മന്തിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇഡ്ഡലി ഇവിടെ അപ്പുറത്ത് അടുപ്പത്ത് വേവിനുണ്ട്. ഇതാ മുളക് ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതാ ഇതിനകത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് സാധാരണ പരിപ്പും ഇടും കേട്ടോ. ഉഴുന്ന് പരിപ്പും ഇതോടെ നന്നായിട്ട് ചൂടായതിന് ശേഷം അത് വറുത്ത് വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ, നല്ലോണം മൂത്ത് വരണം. അപ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് ഇതിനകത്ത് വറ്റൽമുളക് ഞാനൊരു 10 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. 10 വറ്റൽമുളക് ഇടാം വേണ്ട. നല്ലോണം മൂത്ത് വരണം. മുളകും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളത് കോരിയെടുത്ത് പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു തക്കാളി ശരിയാക്കിയെടുക്കണം. തക്കാളി ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ആ മുളകിനൊരു സുഖം കിട്ടില്ല, എല്ലാം കൂടി ഒരു സുഖമായിട്ട് വരില്ല നമ്മൾ. അപ്പോൾ അതിനാണ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഈ ചമ്മന്തിക്ക്. അങ്ങനെയാണ് ഈ ചതം. അപ്പോൾ തന്നെ നമ്മൾ ആ ശരവണ ഹോട്ടലിലേക്ക് പോകില്ലേ, അതീ സ്മെല്ല് നമ്മൾ ഇതിനകത്ത് ഇപ്പം തന്നെ ഇവിടെ തന്നെ ഉള്ള സ്മെല്ലോട് നിൽക്കാൻ വയ്യ. നോമ്പായതുകൊണ്ട് നമുക്ക് സ്മെല്ലടിക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, നോമ്പ് തുറക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ഇന്ന് നോമ്പിന് ഭയങ്കര ക്ഷീണമുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇന്ന് വെള്ളത്തിനൊക്കെ ദാഹമുണ്ട്. ലാസ്റ്റ് ആയില്ലേ, നല്ല ചൂടല്ലേ. ഇപ്പം കണ്ട ഈ മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മുളക് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് എടുത്തിടാൻ പോവുകയാണ്. ഇത് നമുക്ക് തക്കാളി ശരിയാക്കണം കേട്ടോ. ഇനി നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇടുകയാണ് കേട്ടോ. ഈ തക്കാളി ഇതിനകത്ത് കടന്നിട്ട് മൂക്കട്ടെ കേട്ടോ. ഇങ്ങനെ പരത്തി വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൂത്ത് വരട്ടെ. ഈ തക്കാളി മെല്ലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വേവിക്കണം തക്കാളി. അപ്പോൾ ആ തക്കാളിയുടെ സ്കിന്നൊക്കെ കണ്ടില്ലേ, ഇതായിട്ട് വരുന്നത്. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണെന്നുള്ള. അവരമ്മമാരുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമെങ്കിലും ആ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുഞ്ചിരി. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നൊരു കലയാണ്. അത് നല്ല വൃത്തിക്കും വെടുപ്പിലും നമ്മളത് ചെയ്യണം. അതൊരു പ്രത്യേക കലയാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകരുത്. നമ്മൾ വില കൂടിയ സാധനങ്ങൾ മേടിക്കണേ, അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്കതിനൊരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലതിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഇതിനകത്ത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇതിനകത്ത് നല്ലോണം വഴറ്റി ആ മണം പോകണം. ആ മണം പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ വറുത്ത് വെച്ച സാധനങ്ങൾ അതൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് കണ്ടോ ഇങ്ങനെ. ഇനി നമ്മളിത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, പിന്നെ ഉപ്പിട്ട് കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരിക ഇനി നമ്മൾ കേട്ടോ.